നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കാത്ത 3 കാര്യങ്ങൾ നാട്ടുകാരെ നല്ല ശ്രദ്ധിക്കുന്ന പറയുന്നത്. ഇവർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു കഴിഞ്ഞ ആഴ്ച. അവിടെ 2 പയ്യന്മാർ ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂവിന് വന്നപ്പോൾ നല്ല വെൽ ഡ്രസ്ഡ് ആണ്, പക്ഷെ ഷൂമൊക്കെ വന്നപ്പോൾ പോയി, നീറ്റല്ല. പിന്നെ അതുപോലെ തന്നെ അവരോട് ആധാർ കാർഡ് ചോദിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടി പേഴ്സ് എടുത്തപ്പോൾ പേഴ്സും ഷോക്കാണ്. ഈ ഇന്റർവ്യൂവിന്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്. നമ്മളെ എവിടെ ഒരുങ്ങി പോവുകയാണെങ്കിലും ആൾക്കാർ നമ്മുടെ സ്വഭാവമല്ലല്ലോ ആദ്യം കാണുന്നത്. ആദ്യം കാണുന്നത് നമ്മുടെ ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ ഗാഡ്ജറ്റ്സും ഒക്കെയാണ് അല്ലേ. ചില ആൾക്കാരെ ഭീകരമായിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വരും, പക്ഷെ ഫുഡ് വെയർ ഭയങ്കര മോശമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചില മനുഷ്യന്മാർ അടിപൊളി ഫോണായിരിക്കും, പക്ഷെ കേസ് ഭയങ്കര വൃത്തിയായിട്ടൊരു അവസ്ഥയിലായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ചില ആൾക്കാർ നല്ല പൈസ ഉണ്ടാവും പേഴ്സിൽ, പക്ഷെ പേഴ്സൊക്കെ കാണുമ്പോണ്ടല്ലോ ആകെ ശോകമാവും. ചിലപ്പോൾ ഒരു ഇമോഷന്റെ പുറത്തൊക്കെ പേഴ്സ് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിൽ കുറെ പൈസ വരുന്നൊക്കെ, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് അറിയില്ല അത് എന്താന്നുള്ളതൊക്കെ. എന്തൊക്കെ ഏത് രീതിയിൽ പറഞ്ഞാലും നമുക്ക് ചില സ്ഥലത്ത് ഇംപ്രഷൻ ഉണ്ടാക്കേണ്ട സ്ഥലത്ത് ഇംപ്രഷൻ ഉണ്ടാക്കിയേ മതിയാവുള്ളൂ. കാരണം നമ്മളെപ്പോഴും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ മാത്രം ആവില്ലല്ലോ. ആൾക്കാർ ഇതൊക്കെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ ജഡ്ജ് ചെയ്താൽ. നമുക്ക് ചില സ്ഥലത്ത് നമുക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇംപ്രഷൻ ആവശ്യമാണ്. ഈ ഷൂസിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് എങ്ങനെ അറിയാമോ? ഒരാളുടെ ഷൂ ഉണ്ടെങ്കിൽ അയാളുടെ വർത്ത് അറിയാമെന്ന് പറയാം, അയാളുടെ വാല്യൂ അറിയാമെന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മൾ എവിടെ പോവാണെങ്കിലും നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം എന്നല്ല പറയുന്നത്, പക്ഷെ പോകുമ്പോൾ നല്ല വൃത്തിക്ക് പോകണം എന്നുള്ളതാണ്. ഒരു പെർഫ്യൂം കൂടി അടിക്കുകയാണെങ്കിൽ സെറ്റാണ്.